ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ പ്രജീസ് കിച്ചൻ. ഇന്ന് നമുക്കൊരു ബീഫ് വറട്ട് കാണാം. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇവിടെ ഞാൻ കുക്കർ എടുത്തിരിക്കുകയാണ്. കുക്കറിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഗ്രാമ്പു, പട്ട, ഏലക്ക, പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ലേശം കടുവും കൂടെ ഇടുകയാണ്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സവോളയാണ്. സാധാരണ വറട്ട് ഉണ്ടാക്കുമ്പോഴത്തേക്ക് ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. ചെറിയ ഉള്ളി ഇടുമ്പോഴത്തേക്ക് ടേസ്റ്റ് വളരെ വ്യത്യാസമായിരിക്കും. ഞാൻ ഇതിൽ 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ആൻഡ് ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു 3 ടൊമാറ്റോസും ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരിഞ്ചീരകമാണ്, പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് സോൾട്ട്, 1 ടീസ്പൂൺ ഗരം മസാല, കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇതാണ് ഞാൻ കഴുകി റെഡിയാക്കി നല്ലതുപോലെ അരിഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത് എല്ലോട് കൂടിയുള്ള ബീഫാണ് ഞാൻ വാങ്ങിയത്. എല്ല് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ലോലയ്ക്ക് കൊടുക്കാനായിട്ട് എടുക്കാം. ഇനി ഇത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരട്ടെ. കുറച്ച് നേരം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. അതിൽ വെള്ളമൊക്കെ ഉറി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഒരു 4-5 വിസിലാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫ് ചെയ്യാം. ബോലയുടെ വെള്ളം കൊണ്ടുവന്നിരിക്കുകയാണ്. നമുക്കിത് ഓപ്പൺ ചെയ്യാം. കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ബട്ടറോ ഗീയോ ഏതായാലും മതി. ഫ്രൈ ചെയ്ത ഒരു സവോളയും കൊട്ടത്തേങ്ങയാണ്. ചെറുതായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ലേശം സോൾട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊക്കെ കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഗരം മസാല കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്രൈഡ് ഒണിയനാണ്. അതിടുമ്പോഴത്തേക്ക് ടേസ്റ്റ് വേറെ ലെവലായിട്ട് മാറും. അപ്പോൾ നല്ല ഒരു മണവും ഒക്കെ വരുന്നുണ്ട്. ടൊമാറ്റോ കെച്ചപ്പില്ലേ, അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വെള്ളം, ശർക്കരപ്പൊടി, ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇറക്കാറാവുന്നതിന് കുറച്ച് മുമ്പ് ഒന്നും കൂടെ ഇട്ട് കൊടുത്താൽ എന്താ ഒരു മണമായിരിക്കും. അങ്ങനെ സൂപ്പറായിട്ടുള്ള ബീഫ് വറട്ട് റെഡിയായിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ടുള്ള ബീഫ് വറട്ട് ചെയ്ത് റെഡിയായിട്ടുണ്ട്. ഇത് കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.